ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളും സുഖമായിട്ടിരിക്കണു. എന്റെ പൊന്നെ, ഭയങ്കര വെയിലാണ്. ഹാപ്പി ബർത്ത്ഡേ ടു മമ്മൂട്ടി. Happy birthday to Mammoody. Say, Toronto, come on. ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളും സുഖമായിരിക്കാണ്. ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഓണത്തിന് ചെറുതായിട്ടുള്ള രീതിയിലൊക്കെ സെലിബ്രേഷൻ തുടങ്ങിയത് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ടൊറൻറ്റോയിൽ മഹാ ഓണം സംഭവമുണ്ട് അല്ലേ? പേര് മഹാ ഓണം. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ നമ്മുടെ ഇവിടെ ടൊറൻറ്റോയിൽ ഇത്രയും ഗ്രാൻഡായിട്ടൊരു സംഭവം നടത്തുന്നത്. നമ്മൾ ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു, അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വേഗം വന്ന് അങ്ങനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. കാരണം ഇങ്ങനൊരു സംഭവം നമ്മൾ മിസ്സാക്കുന്നത് ശരിയല്ലല്ലോ. കാരണം അപ്പോൾ ഓണ്ടാരിയോയിൽ യോങ് അറ്റ് ഡണ്ടാ സ്ക്വയറിലാണ് ഈ പരിപാടി നടക്കണേ. ഇപ്പോൾ മഹാ ഓണം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാൻഡ് പരിപാടി നമ്മുടെ അറിവിൽ ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മളെന്തായാലും ജോലിയൊക്കെ അങ്ങനെ കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് നമ്മളങ്ങ് ഇറങ്ങാണ്. കണ്ണട വെച്ചാൽ ആരും തെറ്റിദ്ധരിക്കരുത്, കാരണം ഒടുക്കത്തെ വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ണൊക്കെ വെച്ച് സെറ്റാക്കില്ല, അങ്ങനെ കണ്ണടിച്ചു ആ രീതിയിലാണ് വെയിലുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ മിസ്സാക്കല്. സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. യോങ് ഡണ്ടാ സ്ക്വയറിലേക്കാണ് നമ്മുടെ യാത്ര. അവിടെയാണ് മഹാഓണം നടക്കുന്നത് ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. മുമ്പ് പലതവണ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഓണക്കോടി എടുത്തുകൊണ്ടുള്ളൊരു യാത്ര ഇതാദ്യമായിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി സീറ്റ് പിടിച്ച് നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഏകദേശം ഒരു മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് യാത്രയുണ്ട്. അതുകൊണ്ട് ചെറിയ ഉറക്കമൊക്കെ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. ഡോപ്പൂസ് പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ എടുത്തങ്ങ് പോയിരുന്നു. ട്രെയിൻ കണ്ടു കഴിഞ്ഞാൽ പവനായി ശവമായി, നല്ല ഉറക്കമായി. പിന്നെ ആ സ്ഥലമൊക്കെ എത്തിയപ്പോഴേക്കും ഞാൻ പയ്യെ എഴുന്നേൽപ്പിച്ച് ഞങ്ങളങ്ങനെ ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എന്തൊക്കെയോ നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഊബർ വിളിച്ച് സ്ഥലത്തേക്ക് പോയി. സ്ഥലം പോയി കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, അതായത് കാനഡയിൽ ഇത്രയും മലയാളികളുള്ള കാര്യം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റി. പിന്നെ ഞങ്ങൾ ആ വരുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് ചന്ദനമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോൾ ചന്ദനക്കുറിയൊക്കെ ഇങ്ങനെ കിട്ടിട്ടില്ലേ. അപ്പോൾ ചന്ദനക്കുറിയൊക്കെ ഇട്ട് അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരാണ്. അപ്പോൾ അത്രയും ആൾക്കാരെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം ഇത്രയും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെയാണ് പോയത്. രാവിലെ പോയതിൻ്റേതായിട്ടുള്ളൊരു കുഴപ്പമുണ്ടായിരുന്നു. കാരണം എല്ലാ പരിപാടികളും എപ്പോഴും രാത്രിയിലായിരിക്കുമല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ടാവുക. നല്ല ക്രൗഡഡ് ആയിരുന്നു. ശേഷം മാവേലിയുടെ കൂടെ ഒരു ഫോട്ടോയും പിടിച്ച് നമ്മൾ നേരെ ഫുഡ് കൗണ്ടറിൽ ലക്ഷ്യമാക്കി നടക്കുകയുണ്ടായി. അവിടെ നമുക്ക് ഒരുപാട്, സത്യം പറഞ്ഞാൽ കാനഡയിൽ നമുക്ക് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, കാനഡയിൽ നമ്മുടെ നാടൻ ഫുഡുകളൊക്കെ കിട്ടുമോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ ഭാഗ്യമുണ്ടോന്നൊക്കെ. കാനഡയിൽ ഓണം, വിഷു അങ്ങനത്തെ പരിപാടികളൊക്കെ വന്നാൽ എല്ലാ തരം ഫുഡും നമുക്കിവിടെ ലഭ്യമാണ്. കാനഡയിൽ മലയാളികൾ തന്നെ ഒരുപാട് ഫുഡ് കൗണ്ടറുകൾ നമുക്കിവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ നാടൻ മസാല ദോശയോ പൊറോട്ടയോ ബീഫ് കറിയോ അങ്ങനെ എന്താണ് വേണമെന്ന് വെച്ചാൽ എല്ലാം ഇവിടെ ലഭ്യമാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ കാഴ്ചകളൊക്കെ കാണാണ്ട് വീണ്ടും നമ്മൾ ഡണ്ടാ സ്ക്വയറിൻ്റെ ഒരു സെൻറ്ററിലേക്ക് വന്നിട്ട് നമ്മുടെ ക്യാമറ ഫോക്കസ് ചെയ്തു. മൊത്തം നൊസ്റ്റാൾജിയാണല്ലോ. നാരങ്ങ മിഠായി കുറവുകൂടി ഉണ്ടായതുണ്ടോ? ഓ ചൂടപ്പം പോലെ വിറ്റാണല്ലോ. തേങ്ങയുണ്ടോ നാട്ടിലെ? സ്റ്റേജ് പരിപാടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിന്ന ഗ്യാപ്പുകളൊക്കെ വരുന്നായിരുന്നു. ആ ഗ്യാപ്പിലെ ബോഡി മാറ്റാനായിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കൗണ്ടർ തേടി വീണ്ടും പോയി. അവിടെ കരിമ്പ് ജ്യൂസും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് അവിടെ വേറെ ഇഞ്ചിച്ചായും അങ്ങനെ പല ഐറ്റംസ് അവിടെ കൗണ്ടറിലുണ്ടായിരുന്നു. അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കരിമ്പ് ജ്യൂസ്, ഇടയ്ക്ക് ഞങ്ങൾ ഇളനീര് അങ്ങനെയൊക്കെ കഴിച്ച് ഞങ്ങളുടെ ദാഹവും വിശപ്പും മാറ്റിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. എനിക്ക് അവിടെ വന്നപ്പോൾ ഉണ്ടായ ഒരു സംശയമാണ്, എല്ലാവരും പരിപാടി കാണാനാണോ വന്നേ അതോ ഫുഡ് കഴിക്കാനാണോ? അതായത് ഫുഡ് കഴിക്കുന്നതിലായിരുന്നു എല്ലാവരും തിരക്ക്. ഈവൻ ഞാൻ പോലും ആദ്യം ഫുഡ് കൗണ്ടറിൽ എന്തൊക്കെയാണ് ഉണ്ടെന്നാണ് സെർച്ച് ചെയ്തത്. എങ്ങനെ നാട്ടിലത്തെ കരിക്ക് പോലെ ഉണ്ടോ? പക്ഷേ എത്ര ഡോളറായിരുന്നു? നാട്ടിലെ കണക്കൂട്ടാൻ പാടില്ലെന്നാണ്, എന്നാലും പറയാം 420 രൂപ. ഒരു ഭാഗത്ത് സ്റ്റേജിലേക്ക് നോക്കിയിരിക്കുന്ന ആൾക്കാരും മൊത്തമായിരുന്നെങ്കിൽ മറ്റൊരു ഭാഗത്ത് ഫുഡ് കൗണ്ടറുകളെ ആക്രമിക്കാൻ എത്തിയ ആൾക്കാർ ഒരു പട തന്നെ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് ഞങ്ങൾക്ക് കൗണ്ടറിൽ അധികം വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്കൊന്ന് അങ്ങനെ കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ലാത്ത കാരണം കുറച്ചൊക്കെ ഐറ്റംസ് ഞങ്ങൾ തന്നെ വാങ്ങി ഞങ്ങളൊന്ന് ട്രൈ ചെയ്തു. ബാക്കി ഐറ്റംസ് വരുന്നവർക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഈ രീതിയിൽ നമ്മൾ നമ്മുടെ നാടൻ പരിപാടികളൊക്കെ കാനഡയുടെ പല ഭാഗത്തും നടത്തുമ്പോൾ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ഞാൻ വീഡിയോസിൽ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ വെറുപ്പിക്കണേ, എന്തിനാണ് നമ്മൾ കാനഡക്കാരനെ വെറുപ്പിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ ഓരോ പരിപാടികളും, അതിപ്പോൾ നമ്മുടെ ഇന്ത്യൻ പരിപാടികളാണെങ്കിലും നാടൻ പരിപാടികളാണെങ്കിലും ഓരോ കാര്യത്തിലും നമ്മളെക്കാൾ അല്ലെങ്കിൽ നമ്മുടെ പോലെ തന്നെ ആക്റ്റീവായിട്ട് കനേഡിയൻസ് ഇത് കാണാൻ വരുന്നുള്ളതാണ്. അവർ നമ്മുടെ പരിപാടികൾ കാണാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസൊക്കെ ടേസ്റ്റ് ചെയ്യാൻ നമ്മളെയൊക്കെ ഉള്ള ഊർജ്ജം അതുപോലെ തന്നെ ആവേശം കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ കനേഡിയൻസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നന്നായിട്ട് വിശന്ന് കഴിഞ്ഞപ്പോൾ എന്നാൽ ഫുഡ് കഴിക്കാമെന്ന് കരുതി ഫുഡ് കൗണ്ടറിൻ്റെ അവിടെ പോയപ്പോൾ ഉണ്ട് എൻ്റെ പോലോ എന്നെങ്ങും ആ ക്യൂ തീരില്ലെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ പയ്യെ മാളിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട് ഞങ്ങൾ ഒരു പിസ്സയൊക്കെ കഴിച്ചു. അടിപൊളി, പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള പിസ്സയൊക്കെ ട്രൈ ചെയ്യുന്നത്. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ ഇങ്ങോട്ട് തിരിച്ചു വന്നു വീണ്ടും പരിപാടികളൊക്കെ കാണാനായിട്ട്. ഈ ഒരു ഓണം ഫെസ്റ്റിവലിന് പോയതിലൂടെ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. മലയാളികൾ മാത്രമല്ല നമ്മുടെ ഫുഡ് ഇഷ്ടപ്പെടുന്നവർ, കുറേ പേര്, അതായത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കുറേ പേര് വന്നിട്ട്, സായിപ്പന്മാരും എല്ലാവരും വന്നിട്ട് നമ്മുടെ ഫുഡ് ട്രൈ ചെയ്യും. പിന്നെ കുറേ പേര് കാണാൻ പറ്റി, കുറേ പേര് അതായത് സായിപ്പന്മാരൊക്കെ മുണ്ടും അതുപോലെ തന്നെ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് കാണാൻ പറ്റി. അത് നല്ലൊരു വൈബായിരുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പുള്ളിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാം. ഹാപ്പി ബർത്ത്ഡേ ടു മമ്മൂട്ടി. Happy birthday to Mamudi. Say, Toronto, come on. Happy birthday to. താങ്ക് യു. ഇതെന്തായാലും ഞാൻ അവിടുത്തെ പുള്ളിയോടൊക്കെ പറയും. ഈ അനുഭവം ഞാൻ ഇപ്പം തന്നെ പോയി പങ്കുവെക്കും. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഓരോരോ നമ്മുടെ നാടൻ പരിപാടികളൊക്കെ കാണാൻ പോകുന്നതും ആസ്വദിക്കുന്നതും നല്ലതാണ്. കാരണം ഇവിടെ കാനഡിയൻസിന് ഓരോ മന്തിലും ഓരോരോ വിഷയ ദിവസങ്ങളുണ്ട്. അതൊക്കെ ഒരു നല്ല അടിപൊളിയായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കും നമ്മുടെ നാട്ടിലെ ഓർമ്മകളൊക്കെ പുതുക്കാൻ ഇത്തരം ചെറിയ പരിപാടികളൊക്കെ വേണ്ടേ? അത് നമ്മൾ പോവുക, ആസ്വദിക്കുക, എത്തിച്ച് പൊളിക്കുക. അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളവിടെ വന്നപ്പോൾ കുറച്ച് പേരൊക്കെ കാണാൻ പറ്റി, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും ഫോളോവേഴ്സിനെയൊക്കെ. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ ഇത്തവണത്തെ ഓണപ്പരിപാടി ഇതുകൊണ്ട് തീരുന്നില്ല. ഇനി ഒരുപാട് പരിപാടികൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു തുടക്കം എന്ന രീതിയിൽ നമ്മൾ ആഘോഷിച്ചിട്ട് ഇപ്പോൾ തിരിച്ചു പോരാണ്. അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ തിരിച്ചു തന്നതിലും നമ്മളടുത്ത് വന്ന് സംസാരിച്ചതിലും ഒക്കെ അതിയായ സന്തോഷം നമ്മൾ അറിയിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് പേര് നമ്മളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതുപോലെ ഇൻസ്റ്റയിലൊക്കെ ഇടെ അതിൻ്റെ ആ പറഞ്ഞ കാര്യങ്ങളുടെ വീഡിയോസ് നമ്മൾ എന്തായാലും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. Have a good day.